നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗാസ സിറ്റി നിവാസികൾക്ക് അവിടം വിട്ടുപോകാൻ അന്ത്യശാസനം നൽകി ഗാസയിൽ ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങി ഇസ്രയേൽ. ഗാസയിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ അംഗീകരിക്കാൻ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പ് ഹമാസ്. ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച തന്റെ അവസാന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം. സൗദിയിൽ ജിദ്ദയ്ക്ക് സമീപം ചെങ്കടലിൽ കേബിളുകൾക്ക് സംഭവിച്ച തകരാർ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ നിരവധി രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിച്ചു. ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി കർശനമായ നിരീക്ഷണവും ആഭ്യന്തര യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പരിധിയും ഉൾപ്പെടുന്ന ഒരു കരാർ രൂപീകരിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറൈച്ചി. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റങ്ങൾക്ക് തടയിടാൻ കടുത്ത നടപടികൾക്ക് തുടക്കമിട്ട് പുതിയ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ്. രാജ്യത്തേക്കുള്ള ആളുകളുടെ കള്ളക്കടത്ത് എങ്ങനെ തടയാമെന്ന് ചർച്ച ചെയ്യുന്നതിനായി 5 ഐസ് സുരക്ഷാ സഖ്യത്തിന്റെ യോഗം വിളിച്ചു ചേർക്കും. യുകെയുടെ പുതിയ ബിസിനസ് സെക്രട്ടറി പീറ്റർ കൈൽ ഈ ആഴ്ച ബീജിംഗിലെത്തി വ്യാപാര ചർച്ചകൾ നടത്തും. കുടിയേറ്റ നിയന്ത്രണത്തിനായുള്ള ധവളപത്രത്തിലെ ആശങ്കകൾ ഉന്നയിച്ച് മന്ത്രി സീമ മൽഹോത്രയുമായി കൂടിക്കാഴ്ച നടത്തിയും പ്രാദേശിക എംപിമാർക്ക് കത്തുകൾ അയച്ചും IOC UK കേരള ചാപ്റ്റർ. താരിഫ് യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ അമേരിക്കയുമായി വ്യാപാര കരാറിലെത്തിയ രാജ്യങ്ങൾക്കുള്ള നികുതിയിൽ കുറവ് വരുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. ഗാസയിൽ ആക്രമണം കടുപ്പിക്കാനൊരുങ്ങുന്ന ഇസ്രയേൽ ഗാസ സിറ്റി നിവാസികൾക്ക് അവിടം വിട്ടുപോകാൻ അന്ത്യശാസനം നൽകി. ഗാസയിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ അംഗീകരിക്കാൻ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പ് ഹമാസ്. ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച തന്റെ അവസാന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നീക്കം. യുദ്ധക്കെടുതികൾ ഉണ്ടായിട്ടും 10 ലക്ഷം പേരാണ് ഇപ്പോഴും ഗാസയിൽ താമസിക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്നും ഇതിനകം കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പേർ തിങ്ങിക്കഴിയുന്ന ചെറുപ്രദേശമായ മാബാസിയിലേക്ക് നീങ്ങണമെന്നാണ് ഇസ്രയേൽ ഉത്തരവിട്ടിട്ടുള്ളത്. ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ അടച്ചും ആക്രമണം രൂക്ഷമാക്കിയും ഇതിനകം കൊടും പട്ടിണിയുടെ നഗരമായി മാറിയ ഗാസ സിറ്റിയിൽ ദിവസങ്ങൾക്കിടെ 1100-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 6000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവിടെ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. നഗരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കെട്ടിടമായ സൂസി ടവർ ഇസ്രയേൽ തകർത്തു. താമസക്കാർക്ക് വിട്ടുപോകാൻ 20 മിനിറ്റ് മാത്രം അനുവദിച്ചാണ് 15 നില കെട്ടിടം നാമാവശേഷമാക്കിയത്. അതേസമയം ഗാസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ അംഗീകരിക്കാൻ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പ് ഹമാസ്. ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച തന്റെ അവസാന മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലികൾ തന്റെ നിബന്ധനകൾ അംഗീകരിച്ചുവെന്നും ഹമാസും അംഗീകരിക്കേണ്ട സമയമാണ് ഇതെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി. അംഗീകരിക്കാത്തതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും മറ്റൊന്നും ഉണ്ടാകില്ല എന്നും ട്രംപ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സൗദിയിൽ ജിദ്ദയ്ക്ക് സമീപം ചെങ്കടലിൽ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ നിരവധി രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിച്ചു. കപ്പൽ നങ്കൂരമിടുന്നത് മൂലമോ മനഃപൂർവ്വമോ തകരാർ സംഭവിക്കാമെന്നും വിദഗ്ധർ നൽകുന്ന സൂചന. ഹൂതികൾ കേബിളുകൾ മുറിച്ചതാണ് എന്ന സംശയവുമുണ്ട്. മിഡിൽ ഈസ്റ്റുകളിലൂടെയുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കിൽ വേഗത കുറഞ്ഞേക്കാമെന്നും എന്നാൽ മറ്റു പാതകളിലൂടെ ഇത് ക്രമീകരിക്കുമെന്നും മൈക്രോസോഫ്റ്റ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ആഗോള ഇന്റർനെറ്റ് നിരീക്ഷക സ്ഥാപനമായ നെറ്റ് ബ്ലോക്സ് ഇന്ത്യയിൽ തടസ്സം നേരിട്ടതായി പറയുന്നുണ്ട് എങ്കിലും ഇന്റർനെറ്റ് ഡേറ്റ കണക്ടിവിറ്റി സേവനങ്ങൾ യാതൊരുവിധ ആഘാതവും കണ്ടിട്ടില്ല എന്നും ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർ അറിയിച്ചു. ഒന്നിലധികം റൂട്ടുകളിലൂടെ നെറ്റ്വർക്കുകൾ സജീവമാണെന്നും അതിനാൽ രാജ്യത്തെ ബാധിക്കാനിടയില്ല എന്നും ഇന്ത്യൻ ടെലികോം അതോറിറ്റി വ്യക്തമാക്കി. വിഷക്കൂണടങ്ങിയ ഭക്ഷണം നൽകി മുൻ ഭർത്താവിന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത ഓസ്ട്രേലിയൻ വനിതയ്ക്ക് ജീവപര്യന്തം തടവ്. അതിവിദഗ്ധമായി കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സംഭവത്തിൽ സ്ത്രീ കുറ്റക്കാരിയെന്ന് ഓസ്ട്രേലിയൻ സുപ്രീം കോടതി ജൂലൈ 26-ന് കണ്ടെത്തിയിരുന്നു. 50-കാരിയായ എറിൻ പാറ്റേഴ്സ് 33 വർഷം പരോളില്ലാതെ ജയിൽവാസം അനുഷ്ഠിക്കണമെന്നാണ് ഓസ്ട്രേലിയൻ സുപ്രീം കോടതിയുടെ വിധി. കൊലപാതകത്തിനുള്ള 3 ഡിഗ്രി കുറ്റങ്ങളും 2 ഡിഗ്രി കൊലപാതക ശ്രമക്കുറ്റവും വിചാരണ നേരിട്ടത്. 2023 ജൂലൈ 29-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 4-മത്തെയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചതടക്കം കുറ്റങ്ങളാണ് 11 ആഴ്ച നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം വിക്ടോറിയൻ സുപ്രീം കോടതിയിൽ നടന്ന തത്സമയ വിചാരണയിൽ ജസ്റ്റിസ് ക്രിസ്റ്റഫർ ബിൽ ശിക്ഷ വിധിച്ചത്. ജൂലൈയിൽ വേർപിരിഞ്ഞ ഭർത്താവ് സൈമൺ പാറ്റേഴ്സണിൽ നിന്നും മാതാപിതാക്കളായ ഡോൺ, ഗെയിൻ പാറ്റേഴ്സൺ, സൈമന്റെ അമ്മായി
ഹീദർ വിൽസൺ എന്നിവരെ കൊലപ്പെടുത്തിയതിന് 50-കാരിയായ എറിൻ പാറ്റേഴ്സൺ കുറ്റക്കാരനാണെന്ന് ജൂറി കണ്ടെത്തി. ഹീദറിന്റെ ഭർത്താവ് ഇയാൻ വിൽസണുടെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി കർശനമായ നിരീക്ഷണവും ആഭ്യന്തര യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പരിധിയും ഉൾപ്പെടുന്ന ഒരു കരാർ രൂപീകരിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരജഗി പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗതി മാറ്റുവാനും മാസാവസാനം യു.എൻ ഉപരോധങ്ങളുടെ വിശാലമായ ഒരു നിര പിൻവലിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കുവാനും അബ്ബാസ് അരജി അഭ്യർത്ഥിച്ചു. ഇനി യൂറോപ്പ് ന്യൂസിലേക്ക്. കുടിയേറ്റങ്ങൾക്ക് പൂട്ടിടാൻ ഷബാന. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റങ്ങൾക്ക് തടയിടാൻ കടുത്ത നടപടികളിലേക്ക് തുടക്കമിട്ട് പുതിയ ആഭ്യന്തര സെക്രട്ടറി ഷബാന അഹ്മദ്. രാജ്യത്തേക്കുള്ള ആളുകളുടെ കള്ളക്കടത്ത് എങ്ങനെ തടയാമെന്ന് ചർച്ച ചെയ്യുന്നതിനായി 5 ഐസ് സുരക്ഷാ സഖ്യത്തിന്റെ യോഗം വിളിച്ചു ചേർക്കും. ചാനൽ കടന്ന് UK-യിലെത്തുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം ഞായറാഴ്ച റെക്കോർഡ് സമയത്തിനുള്ളിൽ 30,000 കവിഞ്ഞ സാഹചര്യത്തിലാണ് ഈ നടപടി. ലണ്ടനിൽ മഹ്മൂദിനൊപ്പം ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ US സെക്രട്ടറി ക്രിസ്റ്റി നോമിയും ഇന്റലിജൻസ് പങ്കിടൽ കരാറിലെ മറ്റ് അംഗരാജ്യങ്ങളായ ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ആഭ്യന്തര മന്ത്രിമാരും ഓൺലൈൻ ചർച്ചയിൽ ചേരും. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനെക്കുറിച്ചും മാരകമായ സിന്തറ്റിക് ഓപ്പിയോയിഡ് വ്യാപനം എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചും അവർ ചർച്ച നടത്തും. ബിസിനസ് സെക്രട്ടറി പീറ്റർ കൈൽ ചൈനയിലേക്ക്. UK-യുടെ പുതിയ ബിസിനസ് സെക്രട്ടറി പീറ്റർ കൈൽ ഈ ആഴ്ച ബീജിംഗിലെത്തി വ്യാപാര ചർച്ചകൾ നടത്തും. UK-യുടെ ചൈനയുമായുള്ള വ്യാപാര ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച നൽകുന്നതിനുമുള്ള കെയർ സ്റ്റാമറിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. 7 വർഷത്തേക്കുള്ള UK-ചൈന ജോയിന്റ് എക്കണോമിക്സ് ആൻഡ് ട്രേഡ് കമ്മീഷന്റെ ആദ്യ സമ്മേളനത്തിൽ ബീജിംഗിൽ ചൈനീസ് വാണിജ്യ മന്ത്രി വാങ് വെന്റോയുമായി പീറ്റർ കൈൽ കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിലെ ട്യൂബ് യാത്രകൾ മുടങ്ങി. ജീവനക്കാരുടെ പണിമുടക്കുകൾ രൂക്ഷമായതിനാൽ ഈ ആഴ്ച ലണ്ടനിലെ ട്യൂബ് യാത്രകൾ തടസ്സപ്പെടും. പണിമുടക്കുകളുടെ പരമ്പര കാരണം വെള്ളിയാഴ്ച വരെ ട്യൂബ് ട്രെയിനുകൾ ഓടില്ല. തലസ്ഥാനത്തെ മറ്റ് ഗതാഗത സംവിധാനങ്ങളെ തിരക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം സേവനങ്ങൾ നേരത്തെ അവസാനിപ്പിക്കുകയും തിങ്കളാഴ്ച മുതൽ 4 ദിവസത്തേക്ക് ലണ്ടൻ അണ്ടർഗ്രൗണ്ട് പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തു. ശമ്പള ചർച്ചകളുടെ ഭാഗമായി കുറഞ്ഞ പ്രവൃത്തി ആഴ്ച ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഏകദേശം 10,000 തൊഴിലാളികൾ ഉൾപ്പെടുന്ന വ്യാവസായിക സമരം RMT യൂണിയൻ ആരംഭിച്ചത്. എമർജൻസി അലർട്ട് സിസ്റ്റം പാളിയോ. ബ്രിട്ടനിൽ ദേശീയാടിസ്ഥാനത്തിൽ നടത്തിയ എമർജൻസി അലർട്ട് സിസ്റ്റത്തിന്റെ 2ാം പരീക്ഷണം പാളിയതായി റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് ഫോണുകളിലേക്ക് ഒരുമിച്ച് അലാം വരുന്ന സിസ്റ്റം പരീക്ഷിച്ചപ്പോൾ നിരവധി സാങ്കേതിക പിഴവുകൾ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രഖ്യാപിച്ചിരുന്ന മുന്നറിയിപ്പ് പല ഫോണുകളിലും വൈകിയാണ് എത്തിയത്. 4G, 5G നെറ്റ്വർക്കുകളും ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഫോണുകളിലും ടാബ്ലറ്റുകളിലും സൈറൺ ശബ്ദം പോലുള്ള അലാം വരുമെന്നും വൈബ്രേറ്റ് ചെയ്യുമെന്നും അതോടൊപ്പം 10 സെക്കൻഡ് നേരത്തേക്ക് മുന്നറിയിപ്പ് സന്ദേശം സ്ക്രീനിൽ തെളിയുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യ 3 വർഷങ്ങൾ മാത്രം 25.3 മില്യൺ പൗണ്ട് ചെലവ് വന്ന സിസ്റ്റം അതോടെ ഒരു വൻ പരാജയമായി എന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ ആദ്യ പരീക്ഷണം നടന്നത് 2023-ലായിരുന്നു. കുടിയേറ്റ നിയന്ത്രണത്തിൽ വ്യക്തത തേടി IOC UK കേരള ചാപ്റ്റർ. കുടിയേറ്റ നിയന്ത്രണത്തിനായുള്ള ധവളപത്രത്തിലെ ആശങ്കകൾ ഉന്നയിച്ച് മന്ത്രി സീമ മൽഹോത്രയുമായി കൂടിക്കാഴ്ച നടത്തിയും പ്രാദേശിക MPമാർക്ക് കത്തുകൾ അയച്ചും IOC UK കേരള ചാപ്റ്റർ. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് കടുത്ത മാർഗനിർദ്ദേശങ്ങളുമായി കെയർ സ്റ്റാമർ സർക്കാർ ധവളപത്രം പുറത്തിറക്കിയ സാഹചര്യത്തിൽ മൈഗ്രേഷൻ മന്ത്രി സീമ മൽഹോത്രയുമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റേഴ്സ് പ്രസിഡന്റ് സുജു കെ ഡാനിയൽ കൂടിക്കാഴ്ച നടത്തി. ധവളപത്രത്തിലെ നിയമങ്ങൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കൂടി കൂടുതൽ ബാധിക്കുന്ന തരത്തിലായതിനാൽ മന്ത്രിയുമായി ആശങ്കകൾ പങ്കുവച്ചതെന്നും സുജി കെ ഡാനിയൽ പറഞ്ഞു. എല്ലാ മേഖലകളിലും വിഷയം പൂർണ്ണമായും ചർച്ച ചെയ്തു. എല്ലാ അഭ്യൂഹങ്ങൾക്കും പൂർണ്ണമായി ഒഴിവാക്കി മാത്രമേ നിയമം നടപ്പിലാക്കുകയുള്ളൂ എന്നും മന്ത്രി ഉറപ്പ് നൽകിയതായും സുജു കെ ഡാനിയൽ വ്യക്തമാക്കി. സെപ്റ്റംബർ 8-ന് ധവളപത്രം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്ന സാഹചര്യത്തിൽ IOC പ്രവർത്തകർ രാഷ്ട്രഭേദമന്യേ UK-യിലെ MPമാർക്ക് കത്തെഴുതുവാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി UK-യുടെ വിവിധ ഭാഗങ്ങൾ IOC പ്രവർത്തകർ പ്രാദേശിക MPമാർക്ക് ഇമെയിൽ മുഖേന കത്തുകൾ അയച്ചു തുടങ്ങി. അപരിമിത താമസ അനുവാദം അനുവദിക്കുന്നതിനുള്ള വിസ താമസ കാലയളവ് 5 വർഷത്തിൽ നിന്നും 10 വർഷത്തിലേക്ക് ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ധവളപത്രം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ റിഫോം UK ഉയർത്തിയ വെല്ലുവിളികൾക്ക് തടയിടുക എന്ന ലക്ഷ്യമിട്ട് ലേബർ സർക്കാർ അടിയന്തരമായി കുടിയേറ്റ നിയന്ത്രണ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ILR അനുവാദ കാലാവധി
10 വർഷമാക്കിയതോടെ കുറെ പേരെങ്കിലും രാജ്യം വിട്ടു പോകുന്നതിനും വിദേശത്തു നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുവാനും സാധിക്കുമെന്ന സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നയമാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ നയമാറ്റം കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം പരിഗണിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക എന്നും കൂടി സർക്കാർ ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനാലാണ് IOC പ്രവർത്തകർ കത്തുകൾ അയക്കുന്നത്. തരംഗമായി യുഗ്മ ഫോർച്യൂൺ ലോട്ടറി. യുഗ്മ UKയിലെ പ്രമുഖ മോർട്ട്ഗേജ് ഇൻഷുറൻസ് പ്രൊവൈഡറായ ലൈഫ് ലൈൻ പ്രൊട്ടക്ഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന യുഗ്മ ഫോർച്യൂൺ ലോട്ടറിയുടെ വിൽപ്പന അംഗമായ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ ആവേശകരമായി തുടരുന്നു. അസോസിയേഷനുകളിൽ നടക്കുന്ന ഓണാഘോഷത്തോട് അനുബന്ധിച്ച് യുഗ്മ ഫോർച്യൂൺ ലോട്ടറി വിൽക്കുന്നതിനുള്ള സുവർണ അവസരമായി കണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് യുഗ്മ അംഗ അസോസിയേഷനുകൾ. ഭാഗ്യശാലികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ ലഭിക്കുന്ന വിധമുള്ള സമ്മാന ഘടനയാണ് യുഗ്മ ഫോർച്യൂൺ ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത്. 10,000 പൗണ്ട് ഒന്നാം സമ്മാനമായി ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കുമ്പോൾ രണ്ടാം സമ്മാനമായി നൽകുന്നത് 1 പവൻ സ്വർണമാണ്. മൂന്നാം സമ്മാനം 4 ഗ്രാം സ്വർണം വീതം 2 പേർക്ക് ലഭിക്കുമ്പോൾ നാലാം സമ്മാനം 7 പേർക്ക് 2 ഗ്രാം സ്വർണം വീതം ലഭിക്കുന്നതാണ്. യുഗ്മയുടെ എല്ലാ റീജിയനുകൾക്കും ഒരു സമ്മാനമെങ്കിലും ലഭിക്കുന്ന വിധമാണ് നാലാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടത്തപ്പെടുന്നത്. സ്വർണ്ണ സമ്മാനങ്ങളെല്ലാം 22 ക്യാരറ്റ് സ്വർണമായിരിക്കും. 10 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില. യുഗ്മ ഫോർച്യൂൺ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ഇതിന്റെ 50% അതായത് റീജനുകൾക്കും അസോസിയേഷനുകൾക്കുമായി വീതിച്ചു നൽകും. ബാക്കി വരുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം യുഗ്മയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. യുഗ്മ നാഷണൽ റീജിയണൽ കമ്മിറ്റികളുടെ അംഗം അസോസിയേഷനുകളുടെയും പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് ഇത്. ലൈഫ് ലൈൻ പ്രൊട്ടക്ഷന്റെ സഹകരണത്തോടെ യുഗ്മ ഫോർച്യൂൺ ലോട്ടറി സംഘടിപ്പിച്ചിരിക്കുന്നത്. 2025 നവംബർ 1 നടക്കുന്ന യുഗ്മ ദേശീയ കലാമേളയുടെ വേദിയിൽ വെച്ചായിരിക്കും യുഗ്മ ഫോർച്യൂൺ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടത്തപ്പെടുക. യുഗ്മ ഫോർച്യൂൺ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സുരക്ഷിതരാക്കാം കുട്ടികളെ വിങ്കിയോ വഴി. സ്കൂളുകൾ വീണ്ടും തുറന്നതോടെ പല മാതാപിതാക്കൾക്കും തങ്ങളുടെ കുട്ടികൾക്ക് ആദ്യമായി സ്മാർട്ട് ഫോണുകൾ വാങ്ങി നൽകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ ശക്തമായ ഉപകരണങ്ങൾ കൊച്ചു കൈകളിലെത്തുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പലരും വേണ്ടത്ര ബോധവാന്മാരല്ല. UK അടക്കമുള്ള രാജ്യങ്ങളിൽ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ കാരണം ഈ അപകടങ്ങളാണ്. ഇതിനൊരു പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു UK മലയാളികളുടെ സംരംഭമായ വിങ്കിയോ. www.mywingio.com UK മലയാളികളായ സേവ്യർ ടിജോയും രാജീവ് അഴപ്പിള്ളിയും ചേർന്നാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റിലേക്കുള്ള അനിയന്ത്രിതമായ പ്രവേശനം കുട്ടികളെ സൈബർ ലോകത്തെ പലതരം അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ഉള്ളടക്കങ്ങൾ, സോഷ്യൽ മീഡിയ, ഗെയിമുകൾ എന്നിവയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നു. കൂടാതെ അപരിചിതർക്ക് കുട്ടികളുമായി ബന്ധപ്പെടുവാനും സൈബർ ബുള്ളിങ്ങിനും ഓൺലൈൻ ഗ്രൂമിംഗ് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് അവരെ ഇരയാക്കുവാനും ഇത് വഴിയൊരുക്കുന്നു. ആപ്പ് സ്റ്റോറുകളിലെ സുരക്ഷാ ഭീഷണികളും ഒരു പ്രധാന പ്രശ്നമാണ്. കുട്ടികൾക്കായി എന്ന് ലേബൽ ചെയ്ത പല ആപ്പുകളും അപകടകാരികൾ എന്നത് ഒരു പ്രായോഗിക പരിഹാരമല്ല. കാരണം പഠനത്തിനും സാമൂഹിക ഇടപഴകലിനും ഫോണുകൾ ഒരു പരിധിവരെ ആവശ്യമാണ്. അതിനാൽ പാരന്റൽ കൺട്രോൾ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. എന്നാൽ കുട്ടികൾ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരു സാധാരണ പാരന്റൽ കൺട്രോൾ ഫലപ്രദമല്ല. എന്നാൽ വിങ്കിയോ പാരന്റൽ കൺട്രോൾ ഗൂഗിൾ, സാംസങ് തുടങ്ങിയ കമ്പനികളുടെ സുരക്ഷാ ചട്ടക്കൂടുകൾ ഉപയോഗിക്കുന്നതിനാൽ ഇത് വളരെ വിശ്വസനീയമാണ്. സ്ക്രീൻ സമയം നിയന്ത്രിക്കുവാനും ആപ്പുകൾ ബ്ലോക്ക് ചെയ്യുവാനും കുട്ടികളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും മാതാപിതാക്കളെ ഇത് സഹായിക്കുന്നു. ഈ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ സമയം നീട്ടി ചോദിക്കുവാനും പുതിയ ആപ്പുകൾ ആവശ്യപ്പെടുവാനും കഴിയും. ഇത് അവരിൽ ഉത്തരവാദിത്ത ബോധം വളർത്താൻ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും support@mywingio.com എന്ന ഇമെയിലിലൂടെയും 7349970810 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.90 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.95 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.42 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.81 ഇന്ത്യൻ രൂപ. ഇനി USA കാനഡ ന്യൂസിലേക്ക്. നമസ്കാരം. USA കാനഡ ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ട്രംപുമായി കരാറിലെത്തിയവർക്ക് താരിഫിൽ ഇളവ്. താരിഫ് യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ അമേരിക്കയുമായി വ്യാപാര കരാറിലെത്തിയ രാജ്യങ്ങൾക്കുള്ള നികുതിയിൽ കുറവ് വരുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. സെപ്റ്റംബർ 8 തിങ്കളാഴ്ച മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. ആഗോള വ്യാപാര വ്യവസ്ഥയെ പുനർനിർമ്മിക്കുക, US വ്യാപാര കമ്മി കുറയ്ക്കുക, പങ്കാളി രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം
ശക്തിപ്പെടുത്തുക എന്നീ നേട്ടങ്ങളാണ് ഇതിലൂടെ ട്രംപ് നേടിയിരിക്കുന്നത്. പുതിയ ഉത്തരവ് ഏകദേശം 45-ലധികം വിഭാഗങ്ങളിലുള്ള സാധനങ്ങൾക്ക് താരിഫ് ഇളവ് വാഗ്ദാനം ചെയ്യുന്നെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനകം യുഎസുമായി വ്യാപാര കരലെത്തിയ രാജ്യങ്ങൾക്ക് മാത്രമാകും ഈ ഇളവ് ലഭിക്കുക. യുഎസുമായി വ്യാപാര കരലെത്താൻ മറ്റ് രാജ്യങ്ങളെ കൂടി ആകർഷിക്കുന്നതിനാണ് പുതിയ നീക്കമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയെ പൂട്ടാൻ ട്രംപിന്റെ രണ്ടാം ഘട്ടം. റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ താൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. മോസ്കോയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ വാഷിംഗ്ടണും യൂറോപ്യൻ യൂണിയനും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക് ഉടൻ കൂപ്പുകുത്തുമെന്ന് US സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപിന്റെ നിലപാട്. ട്രംപിന്റെ ലക്ഷ്യം സ്വദേശിവൽക്കരണം. കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് കടുത്ത സ്വദേശിവൽക്കരണമെന്ന് വ്യക്തമാകുന്നു. വിദേശ കമ്പനികൾ അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുകയും പരിശീലനം നൽകുകയും കുടിയേറ്റ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. വിദേശ കമ്പനികൾ അമേരിക്കൻ തൊഴിലാളികളെ പരിശീലിപ്പിച്ച് തങ്ങളുടെ കമ്പനികളിൽ ജോലി നൽകണമെന്നും ട്രംപ് തുറന്ന് ആവശ്യപ്പെട്ടു. ജോർജിയയിലെ ഹ്യുണ്ടായി മോട്ടോർ നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ 300ഓളം ദക്ഷിണ കൊറിയക്കാരെ കസ്റ്റഡിയിലെടുത്ത് തുടർന്നാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വ്യാഴാഴ്ച നടന്ന റെയ്ഡിൽ ആകെ 500ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കൈവിലങ്ങുകളും കണങ്കാൽ ചങ്ങലും ധരിച്ച് ഇവരെ ബസ്സുകളിൽ കയറ്റിയിരുത്തുന്ന ദൃശ്യങ്ങൾ US അധികൃതർ പുറത്തുവിട്ടു. അമേരിക്കയിൽ നിക്ഷേപം നടത്തുന്ന എല്ലാ വിദേശ കമ്പനികളോടും നമ്മുടെ രാജ്യത്തിൻ്റെ കുടിയേറ്റ നിയമങ്ങളെ മാനിക്കാൻ താൻ അഭ്യർത്ഥിക്കുന്നെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി. നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വളരെ മിടുക്കരായ ആൾക്കാരെ നിയമപരമായി കൊണ്ടുവരാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുകയാണെന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. ട്രംപിനി ചൈനയിലേക്ക്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏഷ്യ പസഫിക് കോർപ്പറേഷന്റെ വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിനിടെ കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. ഒക്ടോബറിലായിരിക്കും ട്രംപിന്റെ ദക്ഷിണ കൊറിയൻ യാത്രയെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ട്രംപിന്റെ സന്ദർശനം. ചൈന റഷ്യയുമായും ഇന്ത്യയുമായും അടുക്കുന്നതിനിടെയാണ് ട്രംപിന്റെ സന്ദർശനം എന്നതും നിർണായകമാണ്. ഗ്യാൻഷുവിൽ ഒക്ടോബർ അവസാനം തുടങ്ങി നവംബർ ആദ്യവാരം അവസാനിക്കുന്ന തരത്തിലാകും ഉച്ചകോടി. നേരത്തെ ട്രംപിനെയും ഭാര്യയെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ചൈനയിലേക്ക് ക്ഷണിച്ചിരുന്നു. ക്ഷണം സ്വീകരിച്ചെങ്കിലും എപ്പോൾ ചൈനയിലേക്ക് പോകുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നില്ല. ഹമാസിന് ട്രംപിന്റെ അവസാന മുന്നറിയിപ്പ്. ഗാസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ അംഗീകരിക്കാൻ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിന് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച തന്റെ അവസാന മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലികൾ തന്റെ നിബന്ധനകൾ അംഗീകരിച്ചു. ഹമാസ് അംഗീകരിക്കേണ്ട സമയമാണിതെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അംഗീകരിക്കാത്തതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഹമാസിന് മുന്നറിയിപ്പ് നൽകി. ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും മറ്റൊന്നുണ്ടാകില്ലെന്നും ട്രംപ് നിലപാട് വ്യക്തമാക്കുന്നു. ഗാസയിൽ വെടിനിർത്തൽ കരാറിലെത്താൻ മധ്യസ്ഥർ വഴി US ഭാഗത്തു നിന്ന് ചില ആശയങ്ങൾ ലഭിച്ചതായി ഹമാസ് പിന്നീട് പ്രസ്താവനയിൽ സമ്മതിച്ചു. ആ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ മധ്യസ്ഥരുമായി ചർച്ച ചെയ്യുകയാണെന്നും ഹമാസ് പറഞ്ഞു. വാക്സിൻ വേണമോ വേണ്ടയോ എന്ന് ഫ്ലോറിഡ തീരുമാനിക്കണം. ഫ്ലോറിഡയിലെ സ്കൂൾ പ്രവേശനങ്ങൾക്ക് നിർബന്ധിത വാക്സിൻ നൽകൽ ഒഴിവാക്കാനുള്ള പദ്ധതി അടുത്ത 90 ദിവസത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകില്ല. നിയമനിർമ്മാതാക്കൾ ചിക്കൻ ബോക്സും മറ്റ് ചില രോഗങ്ങൾക്കുമുള്ള വാക്സിനുകളകം നിർബന്ധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കുക. പോളിയോ, മീസിൽസ് തുടങ്ങിയ മറ്റ് രോഗങ്ങൾക്കുള്ള വാക്സിനുകൾ നിർബന്ധമായും കുട്ടികൾ എടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. ഹെപ്പറ്റൈറ്റിസ് ബി, ചിക്കൻ ബോക്സ്, ഹിപ്പ് ഇൻഫ്ലുവൻസ, മെനിഞ്ചൈറ്റിസ് പോലുള്ള ന്യൂമോകോക്കൽ രോഗങ്ങൾക്കുള്ള സ്കൂൾ വാക്സിനുകൾ നിർബന്ധമാക്കുന്നത് പദ്ധതി പ്രകാരം പിൻവലിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. താരിഫ് അമേരിക്കക്കാരനുള്ള നികുതിയല്ല. ലോകമെമ്പാടും ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര താരിഫുകൾ അമേരിക്കക്കാരുടെ മേൽ ചുമത്തുന്ന നികുതിയല്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഞായറാഴ്ച NBCക്ക് നൽകിയ അഭിമുഖത്തിൽ ജോൺ ഡിയർ, നൈക്ക്, ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ നികുതി ആശങ്കകളെ സ്കോട്ട് ബെസന്റ് തള്ളിക്കളഞ്ഞു. ട്രംപിന്റെ താരിഫ് നയം കോടിക്കണക്കിന് ഡോളർ ഈ കമ്പനികൾക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് കമ്പനികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കൻ കമ്പനികൾ അമേരിക്കൻ താരിഫുകളുടെ ചെലവ് അമേരിക്കയുടെ മേൽ ചുമത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഈ താരിഫുകൾ അമേരിക്കൻ ഉപഭോക്താക്കളുടെ മേൽ നികുതിയാണെന്ന് താൻ സമ്മതിക്കില്ലെന്നും സ്കോട്ട് ബെസന്റ് ചൂണ്ടിക്കാട്ടി. വരുന്നു ആപ്പിൾ i17ന്റെ 4 മോഡലുകൾ. സെപ്റ്റംബർ 9 ആപ്പിൾ ഔട്ട് ഡ്രോപ്പിംഗ് ഇവന്റ് പ്രഖ്യാപിച്ചു. രാത്രി 10:30 ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ 2025 ഐഫോൺ നിരയെ ആപ്പിൾ പരിചയപ്പെടുത്തും. ഇതിൽ iPhone 17, iPhone 17 എയർ, iPhone 17 Pro, iPhone 17 Pro Max എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ആപ്പിൾ iPhone 17 Pro, Pro Max എന്നിവയ്ക്ക് അലുമിനിയം ഫ്രെയിം തിരികെ വരുന്നതായും റിപ്പോർട്ടുണ്ട്. TSMCയുടെ ഏറ്റവും പുതിയ പ്രോസസ്സർ ഉപയോഗിച്ച് നിർത്തിയ അപ്ഗ്രേഡ് ചെയ്ത
A19 പ്രോ ചിപ്സെറ്റാണ് ഈ മോഡലുകൾക്ക് കരുത്ത് പകരുന്നത്. ഇതാദ്യമായി ഐഫോണുകൾക്ക് 12GB റാമും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കൂടുതൽ സുഗമമായ മൾട്ടി ടാസ്കിങ്ങിനും അഡ്വാൻസ്ഡ് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതിനും ഉപഭോക്താക്കളെ സഹായിക്കും. ഐഫോൺ 17 പ്രോ മാക്സിൻ്റെ 256GB ബേസ് മോഡലിന് അമേരിക്കയിൽ ഏകദേശം $1249, ഇന്ത്യയിൽ ഏകദേശം $1,64,990 വില വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. apple.com, ആപ്പിൾ TV ആപ്പ് അല്ലെങ്കിൽ കമ്പനിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി സെപ്റ്റംബർ 9 നടക്കുന്ന ഈ ഇവൻ്റ് തത്സമയം വീക്ഷിക്കാം. ലോല ഡോളിന് വെടിയേറ്റു. ഗയനയിലെ സോഷ്യൽ മീഡിയ താരമായ ലോല ഡോൾ എന്ന 33-കാരി വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ. ശനിയാഴ്ച രാത്രി 11:35 ജോർജ് ടൗണിലെ വീട്ടിൽ വെച്ചാണ് ലോലിത കലണ്ടർ എന്നറിയപ്പെടുന്ന താരത്തിന് വെടിയേറ്റത്. കഴുത്ത്, മുഖം, കൈകൾ, വലത് കാൽ എന്നിവിടം ഗുരുതരമായി വെടിയേറ്റ് പരിക്കേറ്റവരെ ജോർജ് ടൗൺ പബ്ലിക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. തൻ്റെ കാറിലിരിക്കുകയായിരുന്ന ലോളയെ ബൈക്കിലെത്തിയ ഒരാൾ വെടിവെക്കുകയായിരുന്നെന്ന് പോലീസ് അറിയിച്ചു. പ്രകോപനപരമായ പോസ്റ്റുകളിലൂടെയും മ്യൂസിക് വീഡിയോകളിലൂടെയുമാണ് ലോല ഡോൾ സോഷ്യൽ മീഡിയയിൽ താരമായത്. ട്രംപിനെതിരെ തിരിഞ്ഞ് ചിക്കാഗോ. ഫെഡറൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കത്തിനെതിരെ കുടിയേറ്റക്കാർക്കുള്ള നടപടികൾ കർശനമാക്കാൻ ചിക്കാഗോ. കുറ്റകൃത്യങ്ങളും അനിയന്ത്രിത കുടിയേറ്റവും നിയന്ത്രിക്കാനാണ് സൈന്യത്തെ വിന്യസിക്കുന്നതെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ചിക്കാഗോ നഗരത്തിൻ്റെ ഈ നീക്കം. ഫെഡറൽ സൈന്യത്തെ നഗരത്തിലേക്ക് അയക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്കെതിരെ ചിക്കാഗോ മേയർ ബ്രാൻഡൻ ജോൺസണും ഇലിനോയ്സ് ഗവർണർ JB പ്രിറ്റ്സ്കറും രംഗത്തെത്തിയിരുന്നു. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചിക്കാഗോ നഗരത്തിൽ മുന്നിൽ നിൽക്കുന്ന ചിത്രം ട്രംപ് പങ്കുവച്ചിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ എന്ന് പെൻറ്റഗണിനെ പുനർനാമകരണം ചെയ്തതിനെക്കുറിച്ചുള്ള സൂചനകളും ചിത്രത്തിലുണ്ടായിരുന്നു. ട്രംപ് ചിക്കാഗോയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുന്നു എന്നാണ് ഇലിനോയ്സ് ഗവർണർ പ്രിറ്റ്സ്കർ വിമർശിച്ചത്. USA കാനഡ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ദുബായിൽ ഗതാഗതം സുഗമമാക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് 8 പാർപ്പിട വ്യവസായ മേഖലകളെ ബന്ധപ്പെടുത്തി 103 കിലോമീറ്റർ റോഡ് ശൃംഖല വികസിപ്പിക്കുന്നു. വിവിധ ഘട്ടങ്ങളായുള്ള പദ്ധതികൾ ഏതാനും ഭാഗം ഇതിനകം പൂർത്തിയാക്കി. പദ്ധതി പൂർത്തിയാകുമ്പോൾ 4 ലക്ഷം പേർക്ക് പ്രയോജനപ്പെടുമെന്നും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. നഗരവികസന തന്ത്രത്തിന്റെ ഭാഗമായി വികസിപ്പിക്കുന്ന റോഡ് ശൃംഖലകളുടെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുവാനും സുരക്ഷ മെച്ചപ്പെടുത്താനും സാധിക്കും. അബുദാബിയിൽ സ്റ്റോപ്പ് അടയാളം പ്രദർശിപ്പിച്ച സ്കൂൾ ബസ്സിന് മറികടക്കരുതെന്ന് 5 മീറ്റർ അകലത്തിൽ മറ്റു വാഹനങ്ങൾ നിർത്തണമെന്നും അബുദാബി പോലീസ് വ്യക്തമാക്കി. സ്കൂൾ തുറന്ന് 2 ആഴ്ചയ്ക്കകം ഇത്തരം അപകടം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിനിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയമം ലംഘിച്ച് മുന്നോട്ടെടുക്കുന്ന മറ്റു ഡ്രൈവർമാർക്ക് 1000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.47 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 24.01 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 288.31 ഇന്ത്യൻ, ഒരു ഒമാനി റിയാൽ 228.99 ഇന്ത്യൻ രൂപ. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാ സേനയും ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ, ഒരു ഭീകരനെ വധിച്ചു. ഏറ്റുമുട്ടൽ സൈന്യത്തിലെ ജൂനിയർ കമ്മീഷൻ ഓഫീസർക്ക് ഗുരുതര പരിക്കേറ്റു. കുൽഗ്രാമിലെ കുഡാർ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഗുഡാർ വനമേഖലയിൽ ഭീകര സാന്നിധ്യമുണ്ടെന്ന ജമ്മു കാശ്മീർ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം, ജമ്മു കാശ്മീർ പോലീസും CRF സംഘവും വനമേഖലയിൽ തിരച്ചിൽ നടത്തിയത്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തിയിലെ വ്യോമ നിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യ. ഡ്രോൺ ഭീഷണി ഉൾപ്പെടെയുള്ളവ നേരിടാൻ പുതിയ റഡാർ സംവിധാനങ്ങൾ കൂടി വാങ്ങും. തീരെ ചെറിയ ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണി നേരിടാനാണ് നടപടികൾ. 45 ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ, 48 എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാർ തുടങ്ങിയ സംവിധാനങ്ങൾ സേനയുടെ ഭാഗമാകും. ഇനി സ്പോർട്സ്. ബ്രസീലിയൻ ഫുട്ബോൾ താരം നെയ്മറിന് കോടികളുടെ സ്വത്ത് എഴുതിവെച്ച് ശതകോടീശ്വരൻ. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 10,077 കോടിയാണ് അടുത്തിടെ അന്തരിച്ച ബ്രസീലിയൻ ശതകോടീശ്വരൻ നെയ്മറുടെ വിൽപത്രത്തിൽ എഴുതിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ആരാണെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. ബ്രസീലുകാരൻ തന്നെയാണെങ്കിലും നെയ്മറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആൾ തന്നെയാണ് ഈ ശതകോടീശ്വരൻ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളുമില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ബ്രസീലിയൻ മാധ്യമങ്ങളിലെ വാർത്തകൾ പ്രകാരം പോർട്ടോ അലേഗയിലെ ഓഫീസിലാണ് വിൽപ്പന
മൊഴിപത്രം തയ്യാറാക്കിയത്. ജൂൺ 12-ന് 2 സാക്ഷികൾ ഇതിൽ ഒപ്പിടുകയും ചെയ്തു. വ്യക്തിപരമായി നെയ്മറുമായി അടുപ്പമില്ലെങ്കിലും നെയ്മറിന് അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള സ്നേഹം ശതകോടീശ്വരനെ സ്പർശിച്ചെന്നും ഇതാണ് സ്വത്ത് എഴുതി വയ്ക്കാൻ കാരണമെന്നുമാണ് പറയപ്പെടുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.